നിലവാരം പോയത്. അല്ലെങ്കിൽ എന്തായാലും ഉണ്ടാവുമായിരുന്നു പഴയ ആ കോഴി നിലക്കുകയാണെങ്കിൽ. അപ്പം എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലേറെ നല്ലത് നമ്മളെ ഫ്രഷ് പോത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പം ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നാളെ പരലോകത്ത് പൊരിച്ചിറച്ചി വേണോ, ചുട്ടിറച്ചി വേണോ, പോത്ത് വേണോ, ആട് വേണോ, മാട് വേണോ, കാട വേണോ, കോഴി വേണോ, ഏതും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ എൻ്റെ കൂട്ടുകാർ ഒരു ഉട്ടോപ്പിയായി മനസ്സിലാക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ, ഇത് റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. കണ്ണു ചിമ്മി ഞാനിപ്പം, പിന്നെ ആ കണ്ണെപ്പോഴാണോ എണീക്കുന്നത് അതിൻ്റെ തൊട്ടുപിറകിൽ ഞാൻ കാണാനും അനുഭവിക്കാനും പോകുന്ന യാഥാർത്ഥ്യങ്ങളാണിത്. അങ്ങനെ വേണം വിശ്വസിക്കാൻ. അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവണം. ഈ ലോകത്ത് വെച്ച് ഈ സൗകര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിലാകില്ല, ഒരിക്കലും മനസ്സിലാവില്ല. അപ്പൊ അല്ലാഹു തആല ഈ സൂറത്ത് തൂറിൽ അല്ലാഹു റഹ്മി മിമ്മാ യസ്തഹൂ എന്ന് പറയാൻ കാരണം തന്നെ അതാണ്. ഏതോ ഒരു മാംസം മാത്രം പറയുകയാണെങ്കിൽ വേറുള്ളവർക്ക് ടെൻഷനാകും. ഇപ്പൊ ടെൻഷൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി ഓരോരുത്തർക്കും പറ്റിയത്. ഇവർക്കിത് ഭയങ്കര വിഷയമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയൊരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റസൂലുള്ളാഹിന്റെ അടുത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു, തൂബാ യാ റസൂലല്ലാഹ് ദക്കർതു ഇൻദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂബാ തൂബാ തൂബാ. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് തൂബാ തൂബാ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഹരം കൊണ്ടു. അപ്പൊ നബി കുറെ മുമ്പ് എന്നോ പറഞ്ഞിരുന്ന ഒരു തൂബ എന്ന് പറഞ്ഞാൽ സന്തോഷം, ആഹ്ലാദം എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മരം സ്വർഗത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വർണ്ണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞിരുന്നു, ആ മരമാണ് തൂബ എന്നൊരിക്കൽ പറഞ്ഞിരുന്നു. ആ തൂബ അവിടെ പിടിച്ചു വെച്ചതാ. എന്നിട്ട് ആ തൂബ അങ്ങനെ പറഞ്ഞിട്ട് അതിനിങ്ങനെ ആനന്ദം കൊള്ളുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ. തൂബ തൂബ യാ റസൂലല്ലാഹ്. അപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഉണ്ട് സദസ്സിൽ. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, ഒരു മുന്നും പിന്നും ഇല്ലാതെ തൂബ എന്ന് കേട്ടപ്പോ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാകും സിദ്ദീഖെ, ഹൽ ബലഗക മാ തൂബ, എന്താ ഈ തൂബ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞ തൂബ എന്താന്ന് തിരിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അല്ലാഹു വറസൂലുഹു അലം, എനിക്കറിയില്ല നബിയെ, അള്ളാഹുവിനും അവന്റെ പ്രവാചകനും മാത്രമേ അറിയൂ, എനിക്കറിയില്ല എന്താണ് നബിയെ തൂബ. അവിടുന്ന് പറഞ്ഞു, തൂബ ഷജറത്തും ഫിൽ ജന്ന, അത് സ്വർഗത്തിലുള്ള ഒരു വൃക്ഷമാണ്, സ്വർഗത്തിലുള്ള ഒരു വൃക്ഷമാണ്, ആനന്ദകരമായ ഒരു വൃക്ഷം. ആ വൃക്ഷം മാ യഅലമു തൂലഹാ ഇല്ലല്ലാഹ്, അതിന്റെ നീളെത്രയെന്ന് പടച്ച റബ്ബിന് തന്നെ അറിയൂ. യസീറു റാകിബു തഹ്ത ഉസ്നിൻ മിൻ അഗ്സാനിഹ, ആ മരത്തിന്റെ ചില്ലയിൽ ഒരു ചില്ല, ആ ചില്ല നീണ്ടു നിൽക്കുന്ന തണലിൽ, ആ മരച്ചില്ലയുടെ തണലിൽ ഒരാൾ യാത്ര ചെയ്യും 70 ഖരീഫ, 70 വർഷം യാത്ര ചെയ്താലും തീരില്ല. അത്രയും നീളമുള്ള ചില്ലകള്, വളർന്നു പന്തരിച്ചു നിൽക്കുന്ന വറഖുഹൽ ഹുലൽ, അതിന്റെ ഇലകളൊക്കെ കണ്ടാൽ ഒന്നാന്തരം ഉടയാടകളാണ്. അതിന് ഉടുപ്പിച്ച് പുതപ്പിച്ചു വെച്ചതുപോലെ ഉടുപ്പിച്ച് പുതപ്പിച്ചു വെച്ച നല്ല പൊന്നുടയാടകൾ, അതാണ് അതിന്റെ ഇലകൾ. ആ കൊമ്പത്തൊരു പക്ഷി വന്നിരിക്കും, കഅംസാലിൽ ബഖ്ത്, ഒട്ടകത്തെ പോലെയുള്ള പക്ഷി. റസൂലുള്ളാഹി പറയാൻ, ഒട്ടകത്തിന്റെ വലിപ്പത്തിലുള്ള പക്ഷി. അപ്പോൾ ആ ഒട്ടകത്തിന്റെ വലിപ്പത്തിലുള്ള പക്ഷിയുടെ മാംസത്തിന്റെ നുഉമത്ത്, അതിന്റെ ഓമനത്വം റസൂലുള്ളാഹി അങ്ങനെ വിവരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹുനാക ലത്വയ്റൻ നാഇമ, ഓമനത്വം തുളുമ്പുന്ന മിനുമിനുത്ത ശരീരമുള്ള പക്ഷി മാംസമൊക്കെ അവിടെ കിട്ടോ നബിയേ, എന്തോരാനന്ദമായിരിക്കും അതിന്റെ മാംസം എന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞപ്പം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അൻഅമു മിൻഹു മൻ യഅകുലുഹു യാ അബൂബക്കർ വ അൻത മിൻഹും ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, അൻഅമു മിൻഹു, ആ പക്ഷിയേക്കാൾ മിനുമിനുത്ത ശരീരം, നല്ല തുടിച്ചു നിൽക്കുന്ന ശരീരം, നല്ല ഓമനത്വം തുളുമ്പുന്ന, കണ്ടാൽ അഴകുള്ള ശരീരമുള്ളത് ആ പക്ഷിക്കുണ്ട്. ആ പക്ഷിയേക്കാൾ നല്ല ശരീരമാണ് അത് തിന്നുന്ന ആൾക്ക്. മയ്യഉകുലുഹു, സ്വർഗാവകാശിയെ കാണാൻ എന്തൊരഴകായിരിക്കും സിദ്ദീഖേ. വഅൻത മിൻഹും ഇൻഷാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് നാളെ അവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഭൂമിയിൽ നിന്നങ്ങ് സുവിശേഷം നൽകുകയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭൂമിന്ന് അറിയിക്കാൻ, ഭൂമിന്ന് വിവരം കൊടുക്കുക, നിങ്ങൾ നാളെ ആ കൂട്ടത്തിൽപ്പെട്ടത്. എന്തായിരിക്കും സിദ്ദീഖിന്റെ ഒക്കെ ഒരു ആനന്ദം. റസൂലുള്ളാഹി വാക്കണ്ട് കൊടുക്കുക, ഈ സ്വർഗാവകാശിയാണോ, അനക്ക് സ്വർഗത്തിലൊക്കെ തിന്നാ കുടിക്കുക റാഹത്തായിട്ട് കഴിഞ്ഞുകൂടാം. നമുക്ക് കിട്ടിയോ ഈ ഓഫർ? പ്രഖ്യാപിച്ചിരിക്കുന്ന ഓഫർ എത്തിപ്പിടിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടോ? സിദ്ദീഖുൽ അക്ബറിന് വെറുതെ കിട്ടിയതല്ല. ഇന്നലെ നമ്മൾ കേട്ടില്ലേ, സിദ്ദീഖുൽ അക്ബറിനെ വെറുതെ കിട്ടിയതല്ല സിദ്ദീഖിന് ഈ ഓഫർ. അല്ലാഹു വെറുതെ കൊടുത്തതല്ല. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. നാളെ പടച്ച റബ്ബിന്റെ മുന്നിലെത്തുമ്പോ
ആ സ്വർഗം കിട്ടണോ, ഈ സുവിശേഷമൊക്കെ കിട്ടണോ, നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊരുങ്ങിയേ പറ്റൂ. നിർബന്ധമായും ഒരുങ്ങുക. ഞാൻ പറയട്ടെ, നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ സംഭവമില്ലേ, ഇതെന്താ? സ്വർഗാവകാശികളിൽ ഉത്തമ വിഭാഗത്തിനുള്ള സ്വർഗമാണ്. അത് കിട്ടണമെങ്കിൽ എന്തു വേണം? ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരുപാട് സംഭവങ്ങളും. ഞാൻ ഇന്നലെ 2-3 സംഭവങ്ങളും പറഞ്ഞു. എന്തേ? വസ്സാബിഖൂന സാബിഖൂൻ, നന്മയുടെ പക്ഷത്ത് മുന്നേറണം കേട്ടോ. ഞാൻ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ അങ്ങ് തിരുത്തി നല്ല വഴിക്ക് നടക്കുക. എൻ്റെ ചെറുപ്പക്കാരാ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക ഒരു നല്ല സംഗതിയാണ്. ഇൻ തതുലുഹാ ഖീഫതൻ മിൻ ഹർരിനാരിലല്ലാ അത്ഫഅതനാറലല്ലാ മിൻ വിർദിഹാ ശബിമി മൗലായ സ്വല്ലി വസല്ലം. ഖുർആൻ ഓതാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതിന് ഇഹ്സാൻ. വസാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞതിൽ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതാണ്, ഖുർആൻ ഓതാത്ത ഒരു ദിവസം എൻ്റെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവരുത്. തീരുമാനിക്കുന്ന ഈ സദസ്സൊന്ന് ഉറപ്പിക്ക്. ഡ്രൈവർമാരുണ്ട്, കണ്ടക്ടർമാരുണ്ട്, ചെത്തിപ്പടവുകാരുണ്ട്, സാധാരണ ജോലിക്കാരുണ്ട്, അതുപോലെ തന്നെ VIPs ഉണ്ടാകും, നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടാകും. എല്ലാവരും ഒരു തീരുമാനം എടുക്ക്. സുബഹി നിസ്കരിച്ചിട്ട് കുറച്ച് ഖുർആൻ ഓതാത്ത ഒരു ദിനം എൻ്റെ കരിദിനമാണ്. തീരുമാനിക്ക്. എൻ്റെ സുദിനമല്ലാതെ, എൻ്റെ സുദിനം ഖുർആൻ ഓതുന്ന ദിവസമാണ്, അല്ലാത്തേത് കരിദിനമാണ്. ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്ക്, ഉറച്ചു വെക്ക്. അതുകൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് ഇഹ്സാനെന്ന് തോന്നിയോ, ആദ്യം ചിന്തിക്കേണ്ടത് ഞാനന്ന് ഖുർആൻ ഓതിയിട്ടുണ്ടോന്നാ. ഇത് നമ്മളിങ്ങനെ ആകെ തട്ടിക്കൂട്ടി നമ്മൾ നോക്കണത്. കലണ്ടറൊക്കെ വലിച്ചിട്ടിട്ട് ഇന്ന് ഏർപ്പാടൊന്നും ഒരു തുമ്പും കിട്ടിയില്ല. എന്താ അറിയില്ല ഉസ്താദെ, കലണ്ടർ 4-5 ഒക്കെ ഉണ്ട്, അതൊക്കെ വലിച്ചിട്ട് നോക്കി, അതിലൊന്നും ഒരു നഹ്സും കാണുന്നില്ല. പിന്നെ എന്താ, കലണ്ടറിൽ ചിലപ്പോൾ ഇതിന് നഹ്സ് ഉണ്ടാവും, അങ്ങേ പുറത്ത് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒന്നും അർത്ഥം ഞാൻ നഹ്സ് ഉണ്ടെന്നും ഇല്ല എന്നൊന്നും പറയല്ലോ കേട്ടോ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചർച്ചയിൽ പറയാം. അത് പറയല്ല, അതുണ്ടെന്നും ഇല്ല എന്നും പറഞ്ഞ മഹാന്മാരുണ്ട്, അത് വേറെ വിഷയം. അത് ആ ചർച്ചയിലേക്ക് ഇപ്പം ഞാൻ വരുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആദ്യത്തിൻ്റെ ഒക്കെ മുമ്പ് നോക്കേണ്ടത് അന്ന് സുബഹിക്കരിച്ചോ, അന്ന് ഖുർആൻ ഓതിയോ എന്നൊക്കെയാണ്. അന്നില്ലെങ്കിൽ ഇപ്പം അറിഞ്ഞ സ്വർഗമൊന്നും കിട്ടുമെന്ന് വിചാരിച്ച് ആരും പനിക്കണ്ട, കിട്ടൂല. ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാവരുതേ ഉണ്ടാവരുത്. അതെന്നെ നഹ്സ്. അപ്പം ഇപ്പം കലണ്ടർ ഒന്നും നോക്കിയിട്ട് പിന്നെ പിടുത്തം കിട്ടാൻ പിന്നെന്താ ചെയ്യാലോ. പിന്നെ അവൻ്റെ അടുത്ത ശ്രമം, ആരെ ഇപ്പം ഇന്ന് എണീക്കുമ്പോൾ തന്നെ കണിയുണ്ടത് അടുത്ത ഒരു നോക്കിങ്ങൾ വേണ്ടാത്ത പണി അതൊക്കെ. അപ്പം ഇങ്ങനെ ഓർമ്മ, ആ ശരിയാണ്, ഇന്ന് എണീക്കുമ്പോൾ തന്നെ കണ്ട അങ്ങീല അയമുട്ടിനെയാണ്. ഓനെ കണ്ടാൽ പിന്നെ ഒരു സുഖം കിട്ടുക എല്ലാ ദിവസം. പിന്നെ ആ സാധു ഏൽക്കണം എൻ്റെ എല്ലാ പാപ്പമാരും. ഏറ്റവും വലിയ അന്ധവിശ്വാസമല്ലേ ഇത്? ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഈമാനുള്ള ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് കെണി കാണുക എന്ന പരിപാടി. അങ്ങനെയൊന്നും ഇല്ല ഇസ്ലാമിൽ, പറയാനും പാടില്ല. ദക്ഷിണക്കേടൊക്കെ മറ്റോന്, നമ്മക്കൊരു കുഴപ്പമില്ല. അപ്പോഴാ അവനോട് ഇങ്ങനെയൊക്കെ കൂട്ടിക്കിഴിച്ച് ഇങ്ങനെ തട്ടിക്കിഴിച്ച് മറ്റോനെ പറയുമ്പോഴാ ചോദിക്കണം, നിങ്ങൾ ഇന്ന് ഖുർആൻ ഓതിയിരുന്നോ? ഇല്ല. പിന്നെ എവിടേക്ക് പോകണം? ഒന്നാമത്തെ നഹ്സ് മൂപ്പരിയാക്കിയാണ്. ഇയാളാണ് ഏറ്റവും വലിയ നഹ്സ്. ഇയാൾ ഖുർആൻ ഓതാത്തതാണ് ഏറ്റവും വലിയ ലക്ഷണക്കേട്. അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. ഖുർആൻ ഓതിയാൽ നിനക്ക് നരകത്തിന്റെ ചൂട് തണുപ്പിക്കാൻ കഴിയുമെന്ന് ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. ഇൻ തതുലുഹാ ഖീഫതൻ മിൻ ഹർരി നാരിദല്ലാ, നരകത്തിന്റെ തീയിന്റെ ചൂട് ഭയന്നുകൊണ്ട് നീ ഖുർആൻ ഓതിയാൽ നരകത്തിലെ തീ നിനക്ക് അണച്ചു കളയാൻ കഴിയും. മിൻ വിർദിഹ ശബി